കീർത്തന സംഭാവനകളിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ മനോഹരമായ നിമിഷങ്ങളിൽ ഞാൻ അധികം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗദ്യ സാഹിത്യ സംഭാവനകളെക്കുറിച്ച് ഒരു വിശാലമായ വായന നമുക്ക് ഇവിടെ നടക്കുകയില്ല. എങ്കിലും ചുരുങ്ങിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക്, തിരിച്ചറിവിലേക്ക് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കഥാകൃദാസൻ ജോർജ് കോശി ഓർമ്മിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട പല ഗ്രന്ഥങ്ങളും നമുക്ക് ഇന്ന് ലഭ്യമല്ല. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഉൾപ്പെടെയുള്ള ആ ഗ്രന്ഥങ്ങൾ ലഭ്യമല്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. മലയാളി ക്രൈസ്തവ സമൂഹത്തിൻ്റെ മധ്യത്തിൽ സത്യവിശ്വാസത്തിൻ്റെ പ്രതിരോധത്തിന്, തിരുവചനത്തിൻ്റെ ആഴമേറിയ വ്യാഖ്യാനത്തിന്, പുതിയ നിയമസഭാ ചരിത്ര രചനയ്ക്ക് ഉറച്ച അടിസ്ഥാനം നൽകിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ, 31ഓളം ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. നാം ഇപ്പോൾ കേട്ടതുപോലെ, നാം 2 പ്രബന്ധങ്ങളിലും കേട്ടതുപോലെ, സമാനതകളില്ലാത്ത അദ്ദേഹത്തിൻ്റെ ഈ പദ്യ സംഭാവനകൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഗദ്യ സംഭാവനകൾ അത്രയധികം വായിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ക്രൈസ്തവ ഗദ്യ സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട 3 മേഖലകളിൽ ഏറ്റവും ഉന്നതമായ സംഭാവനകൾ നൽകാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. നമുക്കറിയാവുന്നതുപോലെ ഖണ്ഡനങ്ങൾ, വിശ്വാസ സമർത്ഥന മേഖലയിൽ അദ്ദേഹത്തിന് തുല്യമായി നിൽക്കാനായിട്ട് മറ്റൊരു എഴുത്തുകാരനില്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. മറ്റൊന്ന് ചരിത്ര ഗ്രന്ഥങ്ങളാണ്, 3 വ്യാഖ്യാന ഗ്രന്ഥങ്ങളാണ്. ഈ 3 മേഖലകളിലും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണ്. നമുക്കറിയാം, ഗദ്യം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിഷയത്തിൻ്റെ വിശദീകരണമാണ് ഗദ്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഗദ്യ സംഭാവനകളെല്ലാം തന്നെ ഗദ്യ എന്ന വാക്കിൻ്റെ നിർവചനത്തോട് 100% നീതി പുലർത്തുന്ന സംഭാവനകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വേഗത്തിൽ 2-3 കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തേത് ഖണ്ഡന ഗ്രന്ഥങ്ങൾ അഥവാ വിശ്വാസ സമർത്ഥന ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിൻ്റെതുള്ളത്. വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ക്രിസ്തീയ വിശ്വാസ സത്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി തൻ്റെ തൂലിക അക്ഷരാർത്ഥത്തിൽ പടവാളാക്കി എഴുത്തുകാരനാണ് കെ വി സൈമൺ സാർ എന്ന് നമുക്ക് പറയാൻ കഴിയും. മതാന്തര സംവാദങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഖണ്ഡന കൃതികളും ദുരുപദേശ ഖണ്ഡന കൃതികളും ഇവയിൽ ഉൾപ്പെടുന്നു. നമുക്കറിയാവുന്ന ഒരു ചരിത്രമാണ്, എങ്കിലും ഒരു വാക്കിൽ ഞാൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കട്ടെ. ക്രിസ്തീയ വിശ്വാസത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ശ്രീരാമകൃഷ്ണ മിഷന്റെ ഒരു പ്രവർത്തകനായിരുന്ന പി കൃഷ്ണൻ നമ്പ്യാതിരി രംഗത്ത് വന്നു. ആ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാവുന്ന. അദ്ദേഹം പിന്നീട് സന്യാസം സ്വീകരിച്ചു. സ്വാമി ആഗമാനന്ദ എന്ന പേരിൽ കാലടിയിലുള്ള ശ്രീരാമകൃഷ്ണ അദ്വൈത ആശ്രമത്തിന്റെ സ്ഥാപകനായി അദ്ദേഹം മാറി. കൃഷ്ണൻ നമ്പ്യാതിരി തിരുവിതാംകൂറിൽ ചെയ്ത പ്രസംഗങ്ങൾക്കും അദ്ദേഹം എഴുതിയ ലഘുലേഖകൾക്കും മറുപടി നൽകാൻ അന്നത്തെ ക്രിസ്തീയ മതനേതാക്കൾക്ക് ആർക്കും കഴിഞ്ഞില്ല. അവരെല്ലാവരും ചേർന്ന് കെ വി സൈമൺ സാറിനെ സമീപിക്കുകയും ക്രൈസ്തവ സഭാ ഉപദേശങ്ങളുടെ ചരിത്രപരമായ അടിസ്ഥാനവും സുവിശേഷ വിവരണങ്ങളുടെ സാധുതയും സംശയലേശമന്യെ തെളിയിച്ചുകൊണ്ട് സൈമൺ സാർ കൃഷ്ണൻ നമ്പ്യാതിരിക്ക് മറുപടി നൽകി. കൃഷ്ണൻ നമ്പ്യാതിരിയുടെ വാദങ്ങൾക്ക് ഹൈന്ദവ മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികൾ ഉപയോഗിച്ചുകൊണ്ട് നൽകിയ മറുപടി ഋഗ്വേദം, ഭഗവത്ഗീത, ഉപനിഷത്തുകൾ എന്നിവയിലുള്ള സൈമൺ സാറിന്റെ ആഴമേറിയ പാണ്ഡിത്യം അനാവരണം ചെയ്യുന്നു. വിമർശകന്റെ വായടപ്പിച്ച സൈമൺ സാറിന്റെ ഈ പ്രത്യാഖ്യാനമാണ് സത്യപ്രകാശിനി എന്ന അദ്ദേഹത്തിന്റെ വിലപ്പെട്ട ഗ്രന്ഥം. ക്രിസ്തു ക്രൂശിൽ മരിച്ചുവോ എന്ന ലഘുലേഖയുടെ ഖണ്ഡനകൃതിയായി എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ക്രൂശിൽ മരിച്ച ക്രിസ്തു. ലോകത്തിന്റെ രക്ഷയ്ക്ക് ഏകമുഖാന്തരമായ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ നിഷേധിക്കുന്ന ഇവരുടെ പ്രയത്ന ശിഖരികൾക്ക് ഇതൊരു വജ്രായുധമായി ഭവിക്കണമെന്ന പ്രാർത്ഥനയോടെയാണ് ഈ പുസ്തകം സൈമൺ സാർ അവതരിപ്പിച്ചിരിക്കുന്നത്. വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ പിന്തുടരുന്ന ദുരുപദേശങ്ങളെ തുറന്നു കാട്ടുകയും സത്യോപദേശങ്ങളെ വിശദീകരിക്കുകയും ചെയ്യുകയാണ് ശിശുസ്നാന കുടാരം, സമ്മാർജനി, മറുഭാഷാ നികഷം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ. ശിശുസ്നാനം എന്ന തിരുവചനാധിഷ്ഠിതമല്ലാത്ത ദുരുപദേശത്തെ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ വചനത്തിന്റെ പിൻബലത്തിൽ തള്ളിക്കളയുകയാണ് ശിശുസ്നാന കുടാരം എന്ന ഗ്രന്ഥം. അപ്പോസ്തലിക കാലഘട്ടത്തിലെ അന്യഭാഷകളിൽ നിന്നും തികച്ചും വിഭിന്നമായ ആധുനിക അന്യഭാഷയുടെ മാറ്റുരച്ച് അതിലെ കഥയില്ലായ്മയെ വെളിപ്പെടുത്തുന്ന പ്രതിവാദ കൃതിയാണ് മറുഭാഷാ നികഷം.
KC ഉമ്മൻ എഴുതിയ തൃത്വ വിമർശനം എന്ന ലഘുലേഖയുടെ ഖണ്ഡനമാണ് തൃത്വ പ്രബോധിക. തിരുവചനാടിസ്ഥാനത്തിൽ തൃത്വ വിമർശകർക്ക് മറുപടി നൽകി സൈമൺ സാർ ഈ ഗ്രന്ഥം ഇങ്ങനെ ഉപസംഹരിക്കുന്നു: വിശ്വസിക്കാൻ ഇന്ദ്രിയം അനുവദിക്കാത്ത ഈ സ്വർഗീയ സത്യത്തെ അഥവാ ആ ദിവ്യ സത്യത്തെ വിശ്വസിച്ചതിന് പരലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന പാരിതോഷികം എത്ര മഹത്വരമായിരിക്കും. എല്ലാ അറിവുകൾക്കും അന്വേഷണങ്ങൾക്കും അതീതമാണ് വിശ്വാസം എന്ന യാഥാർത്ഥ്യം ആ ഭക്തൻ തന്റെ ഗ്രന്ഥത്തിൽ വരച്ചു കാട്ടുന്നു. ആധുനിക ക്രൈസ്തവ സഭകളിലെ പട്ടത്വം അഥവാ എപ്പിസ്കോപ്പസിയെ ബൈബിൾ അനുവദിക്കുന്നുണ്ടോ? ആദിമവും അപ്പോസ്തലികവുമായ ഭരണരീതി ഇതായിരുന്നുവോ? ഈ പ്രശ്നങ്ങളിൽ കുഴയുന്നവർക്ക് നിക്കോലാവ്യ മതം അഥവാ പട്ടം എന്ന ഗ്രന്ഥത്തിലൂടെ സൈമൺ സാർ ശരിയായ മറുപടി നൽകുന്നുണ്ട്. റോമൻ കത്തോലിക്ക മതനിരൂപണ ശാസ്ത്രത്തെ പഠനവിധേയമാക്കുന്ന WP ഹാരിസിന്റെ ഗ്രന്ഥം റോമാസഭയും ദൈവവചനവും എന്ന പേരിൽ മലയാളി വായനക്കാർക്ക് പരിചയപ്പെടുത്താനും സൈമൺ സാറിന് കഴിഞ്ഞു. ദൈവത്തിന്റെ 10 കൽപ്പനകൾ നീക്കപ്പെട്ടുവോ? സുസ്ഥിരമായ ശബത്ത് എന്നീ ലഘു ഗ്രന്ഥങ്ങൾക്കുള്ള ഖണ്ഡനമാണ് ശാബദാചാരത്തിന്റെ പാഷാണ്ഡത എന്ന ഗ്രന്ഥം. അതിൽ 3 പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ: 1 സെവന്ത് ഡേ അഡ്വന്റിസം, 2 ക്രിസ്ത്യൻ സയൻസ്, 3 തിയോസഫി. ഈ വിഭാഗങ്ങളുടെ ദുരുപദേശങ്ങൾ ഓരോന്നായിട്ട് വിശദമാക്കിയും ശാബത് യഹൂദന്മാർക്ക് മാത്രം ഏർപ്പെടുത്തപ്പെട്ട ഒരു ആചാരമായിരുന്നെന്നും ഇതരന്മാർക്ക് ഇതിൽ യാതൊരു പങ്കിലായിരുന്നെന്നും അവിതർക്കിതമായി സൈമൺ സാർ ഈ ഗ്രന്ഥത്തിൽ തെളിയിക്കുന്നു. ഫാദർ തോമസ് മണ്ണഞ്ചേരിയുടെ പ്രൊട്ടസ്റ്റന്റ് മതവും വേദപുസ്തകവും എന്ന ലഘുപത്രികയുടെ ഖണ്ഡനമാണ് സത്യവേദ മുകുരം. മലങ്കര വിയോജിത സഭയും മണവാട്ടിസ്ഥാനവും എന്ന ലഘുലേഖയുടെ നിശേഷ ഖണ്ഡനം ഉൾപ്പെടുന്ന ഗ്രന്ഥമാണ് പാഷാണ്ഡ മർദ്ദനം. തന്റെ കാലഘട്ടത്തിലും അതിനു മുൻപും ഉയർന്ന ദുരുപദേശ കൊടുങ്കാറ്റുകളെ തിരുവചനം കൊണ്ട് നിർഭയം നേരിട്ട് വേർപാടുപദേശം സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളെ വചനാധിഷ്ഠിതമായി ഉയർത്തി കാണിക്കുവാൻ സൈമൺ സാർ പരിശ്രമിച്ചു. അതിൽ അദ്ദേഹം പൂർണ്ണമായി വിജയിച്ചു എന്ന് തെളിയിക്കുന്നതാണ് ഈ വിശ്വാസ സമർത്ഥന ഗ്രന്ഥങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയും. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളാണ്. വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. 2 പ്രധാനപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളാണ് സൈമൺ സാറിന്റെ സംഭാവനയായി നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്നത്. ഒന്നാമത്തേത് ക്രൈസ്തവ സഭാ ചരിത്രമാണ്. 2 വേർപാട് സഭകളുടെ ചരിത്രമാണ്. ചരിത്രകാരന്റെ മനസ്സോടെ സഭയുടെ നാൾ വഴികളിലേക്ക് സഞ്ചരിക്കുമ്പോഴും സത്യ ഉപദേശത്തിന്റെ കാവൽക്കാരനായിട്ട് നിൽക്കാൻ അദ്ദേഹത്തിന്റെ ആ ചരിത്രകാരന്റെ മനസ്സിനൊപ്പം അദ്ദേഹം ശ്രദ്ധിച്ചു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ക്രൈസ്തവ സഭാ ചരിത്രത്തിലൂടെ നാം പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജീവചരിത്ര സംക്ഷേപം കാണാൻ കഴിയും. സഭയും അതിന്റെ ആദ്യ കാലഘട്ടങ്ങളും അതിന്റെ വളർച്ച, അത് നേരിട്ട പ്രതികൂലങ്ങൾ, ഇവയൊക്കെ വരച്ചു കാട്ടുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹം എടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം, ദൈവസഭയ്ക്ക് ദൈവം നിയമിച്ച ഉപദേഷ്ടാക്കന്മാർ ആരാണെന്നും സഭാഭരണം എങ്ങനെയാണ് ആദിമ സഭാ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നതെന്നും ആ ചരിത്ര ഗ്രന്ഥത്തിൽ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു വ്യക്തമായ ഒരു കാര്യം പറയട്ടെ, സഭാചരിത്രത്തിനൊപ്പം തിരുവചനാധിഷ്ഠിതമായ സഭാ മാതൃകയെ പരിചയപ്പെടുത്തുന്നതിൽ ക്രൈസ്തവ സഭാചരിത്രം വിജയിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പുസ്തകം വേർപാട് സഭകളുടെ ചരിത്രം എന്ന ഗ്രന്ഥമാണ്. ആഴമേറിയ തിരുവചന പഠനത്തിന്റെ ഫലമായിട്ട് പാരമ്പര്യങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിച്ച് പുതിയ നിയമസഭാ പ്രമാണങ്ങളെ മുറുകെ പിടിക്കാൻ ഒരു കൂട്ടം മുന്നോട്ട് വന്നതിന്റെ ആവേശകരമായ ചരിത്രമാണ് വേർപാട് സഭകളുടെ ചരിത്രം എന്ന ഗ്രന്ഥം വിശദമാക്കുന്നത്. ഈ ഗ്രന്ഥ രചനയ്ക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ചേതോപകാരം അദ്ദേഹം തന്നെ വാക്കുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. 40 കൊല്ലങ്ങളിലെ അനുശീലനം കൊണ്ട് ക്ഷീണിച്ചിട്ടില്ലാത്തതും ഈ അന്തിമ വത്സരങ്ങളിൽ പൂർവാധികം വർദ്ധമാനമായി തന്നെ ഇരിക്കുന്നതുമായ വേർപാട് ഉപദേശങ്ങളിലൂടെ എന്റെ സ്നേഹാധിക്യമാണ് ഈ ചരിത്രം എഴുതുന്നതിൽ എനിക്ക് പ്രഥമ പ്രചോദനമായി തീർന്നിട്ടുള്ളത് എന്ന് ആദ്യമേ പ്രസ്താവിച്ചു കൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ഒരു കാര്യം പറയട്ടെ, എന്തുകൊണ്ടാണ് സൈമൺ സാർ പലപ്പോഴും ഈ ഒറ്റ തിരിഞ്ഞ് അദ്ദേഹത്തെ ആക്രമിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയാമോ? ഈ വേർപാട് ഉപദേശങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള ഒരു സ്നേഹം കൊണ്ടാണ്. ഈ നവീകരണത്തിന്റെ അത്യുന്നതമായ വെളിച്ചത്തിലാണ് വേർപാട് ആരംഭിച്ചതെന്നും ഇതിൽ കൂടുതൽ ഒരു നവീകരണം നടപ്പാക്കാൻ ഇനി ഒരിക്കലും ഒരു പ്രസ്ഥാനത്തിനും കഴിയുകയില്ല എന്നും നിസ്സംശയം അദ്ദേഹം വേർപാട് സഭകളുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ലോകം കണ്ട ഏറ്റവും വലിയ മഹാന്മാരായ ദൈവദാസന്മാരുടെ പേരുകൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. റോബർട്ട് ആൻഡേഴ്സൺ, റോബർട്ട് സി ചാപ്മാൻ, അതോടൊപ്പം തന്നെ സ്കോഫീൽഡ്, വൈൻ ഹോസ്റ്റ്, അയൻസൈഡ് തുടങ്ങിയ ലോകം കണ്ട ഏറ്റവും വലിയ വേദശാസ്ത്രജ്ഞന്മാരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് ഇവരൊക്കെ മുറുകെ പിടിച്ച വേർപാട് ഉപദേശങ്ങൾ അവരാരും അജ്ഞത കൊണ്ട്
മുറുകെ പിടിച്ചതല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവരിൽ ആരും അജ്ഞത ആരോപിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അദ്ദേഹം മുറുകെ പിടിച്ച വേർപാട് ഉപദേശങ്ങളുടെ മഹത്വം എന്തുമാത്രം വലുതായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ചരിത്രകൃതി കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇത്ര ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനായിട്ട് പലപ്പോഴും പലരും ശ്രമിക്കുന്നത്. വേർപാട് ഉപദേശങ്ങളെ പ്രാണനേക്കാൾ അധികം സ്നേഹിക്കുകയും അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കുകയും ചെയ്ത ഈ ദൈവ മനുഷ്യന്റെ ധന്യ ജീവിതത്തിനായി നമുക്ക് ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. വ്യാഖ്യാന ഗ്രന്ഥങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. സമാഗമ കൂടാരം, വെളിപ്പാട് പുസ്തക വ്യാഖ്യാനം, ഉത്തമഗീത വ്യാഖ്യാനം, എബ്രായ ലേഖന വ്യാഖ്യാനം തുടങ്ങിയവയാണ് സൈമൺ സാർ രചിച്ച വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ. മലയാളത്തിൽ വേദവ്യാഖ്യാന സാഹിത്യ ശാഖയ്ക്ക് രൂപം നൽകുന്നതിൽ അദ്ദേഹത്തിന് നിർണായക സ്ഥാനമുണ്ട്. കാരണം ആ സമയത്ത് ഈ വേദവ്യാഖ്യാന ശാഖ അതിൻ്റെ ഒരു ശൈശവ ദശയിൽ നിന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ഗ്രന്ഥങ്ങൾ രചിച്ചത്. കണക്കില്ലാത്ത മഹൽ സത്യങ്ങളെ അറിയിച്ചു തരികയും അനേക സത്യങ്ങൾക്ക് സാമ്യം വഹിക്കുകയും ചെയ്ത സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ള വിശദമായ പഠനം തിരശീല നീക്കി ക്രിസ്തു ദർശനത്തിലേക്കും ക്രിസ്തു സഭയുടെ മഹത്വത്തിന്റെ ഉൾക്കാഴ്ചകളിലേക്കും നമ്മെ നയിക്കുന്നതാണ്. തന്റെ കാലഘട്ടത്തിൽ വളരെ ദുർഗ്രഹമെന്ന് കരുതി പഠനവിധേയമാക്കാതിരുന്നതും എന്നാൽ യഥാർത്ഥ ഭക്തന്റെ പ്രത്യാശയെ ഉജ്ജ്വലിപ്പിക്കുന്നതിന് ശക്തിമത്തും അവക്യ വിജ്ഞേയവുമായ വെളിപ്പാട് പുസ്തകത്തിന്റെ ഭാഷ്യ ഗ്രന്ഥം സൈമൺ സാറിന്റെ വിലപ്പെട്ട സംഭാവനകളിലൊന്നാണ്. ഉത്തമഗീതത്തിന്റെ മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ വ്യാഖ്യാന ഗ്രന്ഥമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് ഉത്തമഗീത വ്യാഖ്യാനം. ഭക്തി പ്രചോദകമായിരിക്കുക, സുവിശേഷത്തിന്റെ ലളിതമായ ഉപദേശങ്ങൾ ഇതിനാൽ പ്രകാശിപ്പിക്കുക, വായനക്കാർ പൗരസ്ത്യ രീതിയിൽ തന്നെ ഉത്തമഗീതത്തിന്റെ അർത്ഥം ധരിക്കുക എന്നീ പ്രമാണങ്ങളാണ് ഈ ഗ്രന്ഥരചനയ്ക്കായിട്ട് സൈമൺ സാർ സ്വീകരിച്ചിരിക്കുന്നത്. പ്രവാചകന്മാരെക്കാളും ദൂതന്മാരെക്കാളും മോശയെക്കാളും അഹരോനേക്കാളും ശ്രേഷ്ഠനായ ക്രിസ്തുവിനെയും യഹൂദ മാർഗത്തെക്കാൾ ക്രിസ്തു മാർഗത്തിൽ പൗരോഹിത്യം, ആരാധന ഇവയ്ക്കുള്ള ശ്രേഷ്ഠതയും എബ്രായ ലേഖന വ്യാഖ്യാനത്തിലൂടെ എഴുത്തുകാരൻ നമുക്ക് വിശദമായി പരിചയപ്പെടുത്തുന്നു. ക്രിസ്തു മഹത്വ ദർശനമാണ് സൈമൺ സാറിന്റെ പദ്യകൃതികൾ എന്ന പോലെ ഗദ്യകൃതികളിലും നിറഞ്ഞു നിൽക്കുന്നത്. തിരുവചന സത്യങ്ങളെ പഠിക്കുന്നതിനും അതിനുവേണ്ടി പോരാടുന്നതിനും സ്വജീവിതം സമർപ്പിച്ച ഈ ദൈവപുരുഷന്റെ ഓരോ വരികളും അതിനുവേണ്ടി തന്നെ നമ്മെയും പ്രചോദിപ്പിക്കുന്നവയാണ്. വേർപാട് ഉപദേശത്തിന് വേണ്ടി അവസാന ശ്വാസം വരെ നിലകൊണ്ട ഈ ധന്യ ദൈവദാസന്റെ ജീവിതവും രചനകളും കൂടുതൽ ആഴത്തിൽ വായിക്കപ്പെടേണ്ടവയാണ്. നാം അറിയുകയും നിലനിൽക്കുകയും ചെയ്യുന്ന തിരുവചന സത്യങ്ങളിൽ നിന്ന് അണുവിട ചലിക്കാതെ അതിനുവേണ്ടി നിലകൊള്ളുവാനും തലമുറകൾക്ക് അത് കൈമാറുവാനും കെ.വി. സൈമൺ സാറിന്റെ ഓരോ രചനകളും നമ്മെ വെല്ലുവിളിക്കുന്നു. ആ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.